സൺഡേ അല്ലേ, നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അങ്ങ് പഠിച്ചാലോ? അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇടാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഗരം മസാലക്കൂടിൻ്റെ പൊടിയില്ലേ, അതും മണ്ടയിൽ കൂടെ 1 ടീസ്പൂണ് ഇടാം. പിന്നെ അതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നാരങ്ങ നീരും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അരിയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 30 മിനിറ്റ് കുതിർത്തെടുക്കണം. ക്യാരറ്റ്, സബോള, ബീൻസ് എന്നിവ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സവോളയും നല്ല രീതിക്ക് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളുടെ കാഷ്നട്ടും കിസ്മിസും കൂടെ നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ. നമ്മളത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമില്ലേ, ആ വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ റൈസ് ഇട്ട് വേവിക്കുന്നത്. അതിനകത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കൂടെ പുതിനയിലയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പയിലേക്ക് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചത് ചൂടായി വരുമ്പോൾ സവോള ഇട്ട് അത് ആയി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞിട്ട് അതിനാവശ്യമുള്ള പൊടി ഇടാം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലേൻ്റെ കൂട്ടില്ലേ അതും ഇട്ടതിന് ശേഷം നമ്മുടെ മീറ്റ് മസാലയും കൂടി ഇട്ട് തൈര് ഒഴിച്ച് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ചിക്കന് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് സെറ്റാക്കിയിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാം.